ഹായ് ഫ്രണ്ട്സ്, സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അച്ചാർ എന്ന് പറയുമ്പോൾ സാധാരണ മാങ്ങാച്ചാറിനെ പോലെ അല്ലെങ്കിൽ നാരങ്ങ നെല്ലിക്കയൊക്കെ പോലെയല്ല. ഇതിനകത്ത് നല്ല മധുരമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതിനാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളും അതിൻ്റെ അളവുകളൊക്കെയാണ് ഇത്. അപ്പം നമ്മൾക്ക് ഈന്തപ്പഴം എടുക്കുക. ഇതിനെ 4 ആക്കി കീറിയിട്ട് എടുത്തിരിക്കുന്ന ഇപ്പം ഇതിനേക്കാൾ ചെറുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു. അതിനുശേഷം അത് ചൂടാകുമ്പം കടുകിടുക. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് ഇടാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി വരുമ്പം നമ്മൾക്ക് പിന്നെ തീ കുറച്ചിട്ട് വേണം പിന്നെ പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റിയാലും കുഴപ്പമില്ല. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഉലുവയുടെ പൊടിയുണ്ട്, കായത്തിൻ്റെ പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇത്. അത് നമ്മൾക്ക് എരിവിനനുസരിച്ച് ഇടാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് കരിയരുത്, അതുകൊണ്ടാണ് തീ ഒന്നുമില്ലേ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് വയ്ക്കാം. അതിനുശേഷം വിനെഗറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ കൂട്ടി വെക്കണം. മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കുക ഇത്. അതിനുശേഷം ഉപ്പിടാം നമ്മൾക്ക് പാകത്തിന്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ്. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈന്തപ്പഴം അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഗ്രേവിയൊക്കെ മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അഥവാ വെള്ളം കുറവാണ് തോന്നുന്നതെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് നല്ല തിക്കായിട്ടാണ് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് ഈ വെള്ളം കറക്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർക്കുകയാണ്. ഇനി ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ അവസാനം കുറച്ചുകൂടെ വിനെഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പിക്കിൾ റെഡിയായി കഴിഞ്ഞു. പിക്കിൾ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സാധാരണ ഇപ്പം ചോറിൻ്റെ കൂടെ തൊട്ട് കൂട്ടാനുള്ളതിനേക്കാളും ഉപരി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് അത് കറിയായിട്ട് തന്നെ ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്, കാരണം ഇതിനൊരു മധുരമൊക്കെ ഉണ്ടാവും. ഇതിൽ സാധാരണ സെപ്പറേറ്റ് ആയിട്ടൊന്നും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഈന്തപ്പഴം നല്ല മധുരമുള്ള ഈന്തപ്പഴം ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മധുരം തന്നെ ഈ അച്ചാറിലും ഉണ്ടാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറുതെ തന്നെ കഴിക്കാം നമുക്ക്. സാധാരണ തനിയെ ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ അച്ചാറാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.